നമസ്കാരം. എന്താണ് സിന്ധു നദീജല കരാർ? എങ്ങനെയായിരിക്കും അത് പാകിസ്ഥാനെ തകർക്കാൻ പോകുന്നത്? നമുക്ക് പരിശോധിക്കാം. സിന്ധു, ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നീ 6 നദികൾ ഉൾപ്പെടുന്ന സിന്ധു നദീതട വ്യവസ്ഥയുടെ ഉപയോഗം സംബന്ധിച്ച് 1960 സെപ്റ്റംബർ 19 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ലോകബാങ്കിൻ്റെ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച വാട്ടർ ഷെയറിംഗ് എഗ്രിമെൻ്റാണ് സിന്ധു നദീജല കരാർ അഥവാ ഇൻഡസ് വാട്ടേഴ്സ് ട്രീറ്റി. ഇൻഡസ് വാട്ടേഴ്സ് ട്രീറ്റിയുമായി ബന്ധപ്പെട്ട് 3 കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതിലൊന്ന്, പടിഞ്ഞാറൻ നദികളിൽ നിന്നുള്ള, അതായത് സിന്ധു, ചലം, ചിനാബ് എന്നീ നദികളിൽ നിന്നുള്ള ജലത്തിൻ്റെ ഭൂരിഭാഗവും പാകിസ്ഥാനാണ് അനുവദിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് മൊത്തം ഒഴുക്കിൻ്റെ ഏകദേശം 80% പാകിസ്ഥാന് സ്വന്തമാണ് എന്നർത്ഥം. 2, കിഴക്കൻ നദികളുടെ, അതായത് രവി, ബിയാസ്, സത്ലജ് എന്നീ നദികളുടെ ജലത്തിൽ ഇന്ത്യക്ക് പരിധിയില്ലാത്ത ഉപയോഗം അനുവദിച്ചിരിക്കുന്നു. പക്ഷേ ഇത് മൊത്തം ഒഴുക്കിൻ്റെ 20% മാത്രമേ വരുന്നുള്ളൂ. പ്രതിവർഷം ഏകദേശം 33 ദശലക്ഷം ഏക്കർ ഫീറ്റാണ് ഇന്ത്യക്ക് ലഭിക്കുന്നത്. അതേസമയത്ത് പാകിസ്ഥാന് ലഭിക്കുന്നത് പ്രതിവർഷം 135 ദശലക്ഷം ഏക്കർ ഫീറ്റാണ്. 3, ഉപഭോഗേതര ആവശ്യങ്ങൾക്കായി, അതായത് ജലവൈദ്യുത പദ്ധതികൾ, ജലസേചനം എന്നിവയ്ക്ക് വേണ്ടി ഇന്ത്യക്ക് പടിഞ്ഞാറൻ നദികളെ ഉപയോഗപ്പെടുത്താം. കഴിഞ്ഞ ദിവസം പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ സിന്ധു നദീജല ഉടമ്പടി മരവിപ്പിച്ചിരിക്കുകയാണ്. എങ്ങനെയായിരിക്കും ഇത് പാകിസ്ഥാനെ ഇഞ്ചിഞ്ചായി കൊല്ലാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. പാകിസ്ഥാനിലെ 21.5 ദശലക്ഷം ഹെക്ടർ കൃഷിഭൂമിയുടെ ഏകദേശം 80% ജലസേചനം നടത്തുന്നത് സിന്ധു നദീതട ജലം ഉപയോഗിച്ചാണ്. പ്രത്യേകിച്ച് പഞ്ചാബ്, സിന്ധ് പ്രവിശ്യകൾ. ഗോതമ്പ്, അരി, കരിമ്പ്, പരുത്തി തുടങ്ങിയ വിളകളാണ് ഇവിടെ ഉൽപ്പാദിക്കപ്പെടുന്നത്. ഈ വിളകൾ പാകിസ്ഥാന്റെ GDPയിലേക്ക് ഏകദേശം 25% സംഭാവന ചെയ്യുന്നത്. ഇന്ത്യ പടിഞ്ഞാറൻ നദികളിൽ ജലം നിയന്ത്രിക്കുകയോ വഴിതിരിച്ചു വിടുകയോ ചെയ്താൽ ജലസേചന ജലത്തിൽ പാകിസ്ഥാന് ഗണ്യമായ കുറവുണ്ടാകും. അങ്ങനെ കുറവുണ്ടായാൽ പാകിസ്ഥാന്റെ കാർഷികോൽപാദനത്തെ അത് ഗുരുതരമായി ബാധിക്കും. അങ്ങനെ കാർഷികോൽപാദനത്തിന് വീഴ്ച സംഭവിച്ചാൽ പാകിസ്ഥാൻ സാമ്പത്തികമായി അസ്ഥിരപ്പെടും. കാരണം പാകിസ്ഥാന്റെ ദേശീയ വരുമാനത്തിൻ്റെ 23% വരുന്നത് കൃഷിയിൽ നിന്നാണ്. ഉൽപാദനത്തിലെ ഇടിവ് ഗ്രാമീണ ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും വർദ്ധിപ്പിക്കും. പിന്നീട് നമ്മൾ കാണുന്നത് പാകിസ്ഥാനിൽ ഫുഡ് ഇൻസെക്യൂരിറ്റി ഉണ്ടാകുന്നതായിരിക്കും. കാരണം വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയും ഇന്ത്യയുടെ ജലസമ്മർദ്ദവും മൂലം പാകിസ്ഥാന്റെ ഭക്ഷ്യസുരക്ഷ അപകടത്തിലാകും. ഇത് ക്ഷാമത്തിനും വിലക്കയറ്റത്തിനും കാരണമാകും. കറാച്ചി, ലാഹോർ, മുൾട്ടാൻ തുടങ്ങിയ പാകിസ്ഥാനിലെ പ്രധാന നഗരങ്ങൾ കുടിവെള്ളത്തിനും ഗാർഹിക ഉപയോഗത്തിനും സിന്ധു നദിയെയാണ് ആശ്രയിക്കുന്നത്. നദിയുടെ ഒഴുക്ക് കുറയുന്നത് ജലക്ഷാമം വർദ്ധിപ്പിക്കുക മാത്രമല്ല, പാക് പൊതുജനാരോഗ്യത്തെ പ്രതിസന്ധിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ തന്നെ ഡയേറിയ പോലുള്ള ജലജന്യ രോഗങ്ങളാൽ പാകിസ്ഥാന്റെ ഗ്രാമങ്ങൾ വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനിലെ ജലവൈദ്യുത നിലയങ്ങളായ ടർബേല, മംഗള എന്നിവ വൈദ്യുത ഉൽപ്പാദനത്തിനായി പടിഞ്ഞാറൻ നദികളെയാണ് കൂടുതലായും ആശ്രയിക്കുന്നത്. ഈ പ്ലാന്റുകൾ പാക് നാഷണൽ ഗ്രിഡിന് നിർണായകമാണ്. കൂടാതെ ജലപ്രവാഹത്തിലുണ്ടാകുന്ന കുറവ് വൈദ്യുതി ഉൽപ്പാദനത്തെ കുറയ്ക്കുകയും ചെയ്യും. ഇത് പാകിസ്ഥാനിൽ ഊർജ്ജക്ഷാമം ഉണ്ടാക്കും. കേവലമായ പ്രതികാര നടപടി എന്നതിലുപരി ഇത് ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കമായാണ് നമ്മൾ കാണേണ്ടത്. കാരണം പാകിസ്ഥാന്റെ സാമ്പത്തിക സ്ഥിരതയെയും ഭക്ഷ്യസുരക്ഷയെയും ഭീഷണിപ്പെടുത്തുന്നതിലൂടെ തീവ്രവാദത്തെക്കുറിച്ചുള്ള ഇന്ത്യയുടെ ആശങ്കകൾ പരിഹരിക്കാൻ പാകിസ്ഥാനെ നിർബന്ധിക്കുകയാണ് ഇന്ത്യ ചെയ്യുന്നത്. ഇതുമൂലം തീവ്രവാദ ഗ്രൂപ്പുകൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ പാകിസ്ഥാൻ നിർബന്ധിതമാകും. മാത്രമല്ല, ഇന്ത്യയുടെ കയ്യിൽ ചോര പുരളുകയുമില്ല. മാത്രമല്ല, പാകിസ്ഥാന്റെ പ്രതികരണം, അന്താരാഷ്ട്ര പ്രതികരണങ്ങൾ, ജലപ്രവാഹം നിയന്ത്രിക്കാനുള്ള ഇന്ത്യയുടെ ശേഷി എന്നിവ അറിയാനുള്ള ഒരു ട്രയൽ ബലൂണായും ഈ സസ്പെൻഷനെ നമുക്ക് കാണാം. വിജയിക്കുകയാണെങ്കിൽ ഭാവിയിലെ ഇന്ത്യ പാക് തർക്കങ്ങളിൽ ജലത്തെ ആയുധമായി ഉപയോഗിക്കാനും നമുക്ക് കഴിയും. ഇന്റർനാഷണൽ ക്രിറ്റിസിസത്തെ വിദഗ്ധമായി ഡീൽ ചെയ്യാൻ കഴിഞ്ഞാൽ പാകിസ്ഥാനെ തകർക്കാൻ ഇത് മാത്രം മതി.